അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമ്മൾ വീട്ടിലുണ്ടാക്കുന്ന ഒരു സാമ്പാർ പൊടിയുടെ റെസിപ്പിയുമായിട്ടാണ് കേട്ടോ. അപ്പോൾ കടയിൽ നിന്ന് വാങ്ങിച്ച സാമ്പാർ പൊടിയൊക്കെ ഇട്ട് സാമ്പാർ വെച്ച് ചിലവർക്കൊക്കെ ഗ്യാസ് ട്രബിളൊക്കെ ഉണ്ടെന്ന് കേൾക്കാറുണ്ട്. അപ്പോൾ ഇങ്ങനെ ഒരു സാമ്പാർ പൊടി ഉണ്ടാക്കുകയാണെങ്കിൽ യാതൊരു ഗ്യാസ് ട്രബിൾ ഉണ്ടാവില്ല കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ എടുക്കണ എത്രയാണോ സാമ്പാർ പൊടി ഉണ്ടാക്കേണ്ടത് അതിനനുസരിച്ചുള്ള വറ്റൽമുളക് എടുക്കുക. അപ്പോൾ ആദ്യം വറ്റൽമുളക് നന്നായിട്ടൊന്ന് വറുത്ത് കൊടുക്കാം. അപ്പോൾ അത് നന്നായിട്ടൊന്ന് ചൂടായതിന് ശേഷം മല്ലിയിട്ട് കൊടുക്കാമുള്ളൂ. അപ്പോൾ രണ്ടും കൂടി ഒരുമിച്ചിട്ട് കഴിഞ്ഞാൽ മുളക് നന്നായിട്ട് വറുത്തെടുക്കാൻ പറ്റില്ല. അപ്പോൾ മുളകൊക്കെ ഏകദേശം ഒന്ന് ഡ്രൈ ആയി വന്നിട്ടുണ്ട്, ചൂടൊക്കെ കയറി നിറമൊക്കെ മാറി വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് നമ്മളെടുത്ത മുളകിന് ആവശ്യമായിട്ടുള്ള മല്ലി ഇട്ട് കൊടുക്കുകയാണ്. ഇപ്പം നമുക്ക് ഒരുപാട് സാമ്പാർ പൊടി ഉണ്ടാക്കി സ്റ്റോർ ചെയ്യണമെങ്കിൽ അതനുസരിച്ച് മുളകും മല്ലിയൊക്കെ എടുക്കാം കേട്ടോ. അപ്പോൾ അതിലേക്ക് ഞാൻ ഒരു 1/4 ടീസ്പൂണ് ഉഴുന്ന് ഇട്ട് കൊടുക്കുകയാണ്. പിന്നെ അതിലേക്ക് നമുക്ക് ഉലുവ, കായം ഇതൊക്കെ ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ ഒരു 1/4 ടീസ്പൂണിൽ താഴെ ഉലുവ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഉലുവ അതിന് ചേർത്തൊരു കയ്പ്പ് രസം ഉണ്ടാവുമല്ലോ. അപ്പോൾ അതൊക്കെ ഇട്ടിട്ട് ഞാൻ നന്നായിട്ടൊന്ന് വറുത്തെടുക്കുകയാണ്. ഞാനിതിലേക്ക് കായം ചേർക്കണില്ല, ഞാൻ കായത്തിൻ്റെ പൊടിയുണ്ട്, അതുകൊണ്ട് അതാണ് ചേർക്കണത്. അപ്പം നമുക്ക് കായം ഇതിൻ്റെ കൂടെ വറുത്തെടുത്തിട്ട് പൊടിച്ചെടുക്കാം. പിന്നെ കായം ചിലപ്പോൾ ഇതിൻ്റെ കൂടെ എടുത്തിട്ട് വറുത്തിട്ടുണ്ടെങ്കിൽ ഉള്ളൊന്നും വേവില്ല. അപ്പോൾ വെളിച്ചെണ്ണയിൽ വേറെ സെപ്പറേറ്റ് വറുത്ത് കോരി എടുത്തിട്ട് ഇതിൻ്റെ കൂടെ പൊടിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ഇതിൽ ഞാൻ കായം ചേർക്കണില്ല, കായപ്പൊടി ചേർക്കണതാണ്. പിന്നെ ഇതിൻ്റെ മെയിൻ ഹൈലൈറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ജീരകമാണ്. പെരിഞ്ജീരകമല്ല, നമ്മുടെ ചെറുജീരകമല്ലേ, അതാണ് കേട്ടോ. ഇട്ടാലാണ് നമുക്ക് ഗ്യാസ് ട്രബിളൊക്കെ ഇല്ലാതിരിക്കുകയുള്ളൂ. അപ്പം നമ്മൾ സാമ്പാർ കൂട്ടിയിട്ടുണ്ടെങ്കിൽ ചിലവർക്ക് ഇങ്ങനെ വയറൊക്കെ ഗ്യാസ് ട്രബിൾ കയറിയിട്ട് വയറ് വീർത്തുകൊണ്ടിരിക്കുക. അപ്പോൾ ഈ ജീരകം ഇടാണെങ്കിൽ നമുക്ക് ആ പ്രോബ്ലം ഒന്നുമില്ല. ഇതിൽ നമ്മൾ ജീരകം ഇട്ട് കൊടുക്കുമ്പോൾ നുള്ള ജീരകം ഇടാമുള്ളൂ കേട്ടോ, അല്ലെങ്കിൽ രസത്തിൻ്റെ ടേസ്റ്റായി പോകും. അപ്പോൾ ഞാനത് പൊടിച്ചെടുത്തിട്ടുണ്ട്. അപ്പം നമ്മൾ സാമ്പാർ കഷ്ണമൊക്കെ വേവിച്ചിട്ടുണ്ടെങ്കിൽ ആ കഷ്ണത്തിന് ആവശ്യമായിട്ടുള്ള പൊടി മാത്രം ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ ഇത്രയും പൊടി വേണ്ട. അപ്പം ഞാൻ സാമ്പാർ കഷ്ണത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ചെറുതായിട്ടൊന്ന് തിളച്ചതിന് ശേഷം അതിലേക്ക് നമ്മൾ കടുക്, വേപ്പില, വറ്റൽമുളകൊക്കെ വറുത്ത് കോരിയിടുക. അപ്പോൾ സാമ്പാർ പൊടി ഇട്ടതിന് ശേഷം അധികം നേരം തിളക്കണ്ട, കുറച്ച് നേരം ഒന്ന് ചെറുതായിട്ടൊന്ന് തിളച്ച് വന്നാൽ മതി. പിന്നെ അതിലേക്ക് മല്ലിയില ഇഷ്ടമുള്ളവർക്ക് മല്ലിയില ഇടാം കേട്ടോ. മല്ലിയിലൊക്കെ ഇട്ടിട്ടുണ്ടെങ്കിൽ സൂപ്പർ ടേസ്റ്റാണ് സാമ്പാറിന്. അപ്പോൾ റെസിപ്പി ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ.